ആ രക്തം പോയല്ലോ ഈശോയെ. വിശ്വസിക്ക്, ഈശോ ഇടപെടുകയാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹമാകുകയാണ്. ഇനിയും ജീവിതത്തിൽ വലിയ കൃപകൾ അവൻ തരും. ഒരിക്കലും നിരാശരാകാതെ എല്ലാം അവനിൽ ഇനി വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ. കർത്താവേ, നിന്നെ സ്നേഹിക്കാൻ ഒരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഒരു കൃപ തരണേ ഈശോ. ജീവിതത്തിന്റെ വഴികളിൽ കാലിടറി വീണിട്ടുണ്ട്, കുറവുകളേറെ സംഭവിച്ചിട്ടുണ്ട്. നിന്നെ വിശ്വസിക്കാൻ പലപ്പോഴും മടി കാണിച്ചിട്ടുണ്ട് ഈശോ. നിന്റെ സ്നേഹത്തിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾ അകന്നു പോയിട്ടുണ്ട് ഈശോയെ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ മാടി വിളിക്കുമ്പോഴും ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളായി നിന്നിൽ നകന്നുപോയി. ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ നോട്ടങ്ങൾ, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ പറ്റി സങ്കടപ്പെട്ടിട്ടുണ്ടോ? നീ പലപ്പോഴും ഞങ്ങളെ മാടി വിളിച്ചിട്ടും നിന്റെ അരികിലേക്ക് വരാൻ നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടില്ല ഈശോ. ഈശോയെ, നീ ഒരിക്കലും പിന്നേറ്റ വഴികളിൽ പഴയതുപോലെ നടക്കാൻ, ഒരു പുതിയ മനുഷ്യരായി നടക്കാൻ കൃപ തരണമേ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ മനുഷ്യനെ ധരിക്കാൻ കൃപ താ ഈശോ. ഞങ്ങളുടെ ജീവിതത്തെ നിന്നെ സ്നേഹിക്കാനല്ലാതെ ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകരുത്. ഓരോ നിമിഷവും ജീവിക്കുമ്പോൾ നിന്നെ മാത്രം സ്നേഹിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്നെ സ്നേഹിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് താ ഈശോ. നിന്നെ വിശ്വസിക്കാൻ ഒരു കൃപ താ ഈശോ. ഈശോയെ, ആഗ്രഹത്തോടെ ഈശോയെ പ്രാർത്ഥിക്കുന്നു. മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. എന്താണ് ഈശോയെ? ഇതെന്താണ് കാണുന്നത് ഈശോയെ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഈശോയെ. ഇതെന്താണ്? ഈശോയെ, ഇതെന്താണ്? ഓസ്തി അവിടെ തന്നെ ഉണ്ട്, അച്ഛൻ മാറ്റിയതല്ല. എന്താണ് ഈശോയെ? ഈശോ, എന്താണ് ഈ ഓസ്തിയിൽ കാണുന്നത് ഈശോയെ? ഇതെന്താണ് ഈശോയെ? ഈശോ, എന്റെ നാഥ, എന്റെ ദൈവമേ, ഇതെന്തൊക്കെയാണ് ഈശോയെ? ഞാൻ വിചാരിച്ചു അച്ഛൻ ഓസ്തി മാറ്റുകയാണെന്ന്. ഈശോ, എന്റെ നാഥ, എന്റെ ദൈവമേ, എനിക്ക് അങ്ങല്ലാണ്ട് വേറെ ആരുമില്ല ഈശോയെ. ഇതാന്താ ഈശോയെ കാണുന്നത് ഈ ഓസ്തിക്കകത്ത്? ഇത് മാറിപ്പോയില്ലേ ഈശോയെ? ഇപ്പൊ കാണുന്നില്ല. അയ്യോ, എന്റെ ഈശോയെ, എന്തായിരുന്നു ഈശോയെ? ഒന്നും മനസ്സിലായിട്ടില്ല. അതാ പിന്നെയും വരുന്നുണ്ട്. ഈശോ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ നാഥ, എന്റെ നാഥ, വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ കരുണയുടെ നാഥ, ഈശോ, 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 ഈശോ. എന്താ ഈശോയെ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഞാൻ വിചാരിച്ചു ഈശോ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് അച്ഛൻ കൊണ്ടുപോയി എന്നാണ് ഈശോ എടുത്തോണ്ട് പോകാന്ന്. പക്ഷെ ആരാനും തീർന്നിട്ടില്ലല്ലോ ഈശോയെ. എന്താ ഇത്? യേശു, 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 ഇതെന്താണോ? 3 കുരിശാണോ ഈശോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാൽവരി മലയാണോ ഈശോയെ? എന്താണപ്പ യേശുവേ? വെളിപ്പെടുത്തി തരണേ ഈശോയെ. ഈശോ, ഈശോ, ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ ദൈവമേ. ഇതെന്താണ് ഈശോ? യേശു, എന്റെ നാഥ, എന്റെ നാഥ, അങ്ങ് എത്ര ജീവിക്കുന്ന ദൈവമാണ് ഈശോയെ. ഈശോ, വെളിപ്പെടുത്തി തരണേ ഈശോയെ. അങ്ങയുടെ കരുണ ഞാൻ അറിയുന്നു, അങ്ങയുടെ സ്നേഹം ഞാൻ കാണുന്നു, അങ്ങേ അത്ഭുതം ഞാൻ കാണുന്നു. എന്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുന്നു ഈശോയെ. ദൈവമേ, മാനസാന്തരത്തിന്റെ അനുഭവയെ കൊണ്ടുവരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, എന്താ ഈശോയെ? എന്താണ് വെളിപ്പെടുത്തി തരണേ? ഒന്നും മനസ്സിലായിട്ടില്ല ഈശോയെ.
എന്റെ ഈശോയെ, എന്റെ കരുണയുടെ നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഇത്ര ശക്തിമാനാണ് അങ്ങ്. എന്നെ അബാൻഡൻ ചെയ്യരുത്, പൂർണ്ണമായും ഉപേക്ഷിച്ച് കളയരുത് ഈശോയെ. മനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെല്ലാം കൂട്ടിക്കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോയെ, ഈശോയെ. ഈശോയെ, ഇപ്പോഴാണ് ഈശോയെ അച്ഛനടുത്ത് മാറ്റുന്നത്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ സ്ഥിരമായിട്ടുള്ള പ്രോഗ്രാം കയറാത്തത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ ഈ മൗണ്ട് കാർമൽ എന്നുള്ള പ്രോഗ്രാത്തിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. എല്ലായ്പ്പോഴും ചെയ്യുന്ന കണക്ക് വല്ല ഷോർട്സൊക്കെ കണ്ടുകൊണ്ട് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കൈ പിടിച്ചപ്പോഴാണ്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും വലിയൊരു മിറക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും അത് കാണുന്നതിന് റിപ്പീറ്റേഷൻ തോന്നുമായിരിക്കും. ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആഹാരം ഹസ്ബൻഡിന് കൊടുത്തിട്ട് ഞാനിവിടെ വന്ന് ഫോണും കൈപ്പിടിച്ചോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ലൈവ് എന്നും പറഞ്ഞ് എന്തോ കണ്ടു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു കുത്താന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ലൈവിൽ കുത്തി. അപ്പം നോക്കുമ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഓർത്തഡോക്സ് ആണെന്ന് എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ, ആൾക്കാരുടെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷേ എന്താണെങ്കിലും അപ്പോൾ ഒരു താടിക്കാരൻ അച്ഛൻ അവിടെ നിൽക്കുന്നു. അച്ഛനെയോട്ട് എനിക്ക് അറിയാനും വയ്യ. എന്നാലും ദാനിയേൽ അച്ഛൻ അല്ലെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ കുറേ കഴിഞ്ഞ് അച്ഛൻ്റെ ഏതോ കാര്യങ്ങൾ ടോക്കിനകത്ത് കേൾക്കാൻ മൗണ്ട് കാർമലിൽ എന്നുള്ള ഒരു വന്നു ഇവിടെ വരുന്നവരുടെ കാര്യം പറയുന്നു. അങ്ങനെ അച്ഛൻ എന്തോ ഒരു ഹോമിലിക്ക് ആ പ്രസംഗത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇത് മൗണ്ട് കാർമൽ തന്നെയാണ്. ഇന്ന് അവിടെ എന്താ പ്രത്യേകത അത് എനിക്കറിയില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ആഹാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹോളിൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പിന്നീട് അവൈലബിൾ അല്ല. ആൾ വന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആൾ വന്നിരുന്നുകൊണ്ട് ഹൈ വോളിയത്തിൽ ടെലിവിഷൻ കാണും. അപ്പോൾ ചിലപ്പോൾ ഈശോയോട് പറയും, ഈശോയെ ഇവിടെയാണ് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഇടം, അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഫോൺ എടുത്തുകൊണ്ട് ഞാൻ ഇസ്തിരി ഇടുന്നതിൻ്റെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൽ ഇസ്തിരിപ്പെട്ടിൻ്റെ അവിടെ ചാരി വെച്ചിട്ട് ഞാൻ ഇരുന്നു. എനിക്ക് അവിടെ ഒരു കോർണർ കിട്ടി. അപ്പോൾ അവിടെ ഒരു സോഫയുടെ മറ്റേ ഭാഗം കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാമെന്നും കൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ നീല കളറിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്, മേളിലൊരു കുരിശുള്ള പോലെ കാണുന്നു. അങ്ങനെയൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞ ശേഷം അവസാനം ഇപ്പം എനിക്ക് അതിൻ്റെ പരിപൂർണത കിട്ടി. ഇതിനകത്ത് കാണാൻ പറ്റുന്നത്, അദ്ദേഹം വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല, ഞാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിലോട്ട് പോയി. എൻ്റെ മുറിയിൽ പോയാൽ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കുഷ്യൻ്റെ പുറത്ത് ഈ ഒരു ഫോൺ വെച്ചിട്ട് മറ്റേ ഫോണും കൊണ്ടാണ് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായി എനിക്ക് വീഡിയോ പിടിക്കണമെന്ന്. അപ്പോൾ എല്ലാം കാണുമ്പോൾ നമ്മൾ ചെയ്യാറില്ല. സ്ഥിരമായിട്ട് താലൂർ ധ്യാനേന്ദ്രത്തിൽ ഞാൻ ആഡറേഷനിൽ കൂടുന്നതുകൊണ്ട് അത് പിടിക്കുന്നുണ്ട്, അല്ലാതെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ നീല കളറൊക്കെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താണേലും പിടിക്കാമെന്നും കണ്ട്. അതേ അന്നേരമാണ് ഈ ഈ ഒരു സംഭവം എന്താണെന്നൊന്നും എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഒരു കുരിശ് ഏറ്റവും ഉയരത്തിൽ ആ ഓസ്തിയുടെ മേൾഭാഗത്ത് വരയ്ക്ക് മുട്ടത്തക്കവണ്ണം, അരളിക്കയിൽ മുട്ടത്തക്കവണ്ണമായിട്ട് ഒരു നേരത്തെ നീല കളറിലായിരുന്നു ആ കുരിശ് കണ്ട് തുടങ്ങിയപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞ് അത് കറുത്ത രൂപത്തിലായി താഴ്വരയ്ക്ക്. അത് ഭയങ്കര ഹ്യൂജായിട്ടുള്ള ഒരു കുരിശാണ്. പിന്നെ ആ ഇടത്ത് സൈഡിൽ എന്തോ, അത് എനിക്ക് എന്താണെന്ന് അറിയത്തൊന്നുമില്ല, ഒരു ക്യാൻഡിലിൻ്റെ മേൽഭാഗം എരിയുന്ന കണക്കൊരു ലൈറ്റ് എനിക്ക് അവിടെ കാണുന്നുണ്ട്. ഞാനിത് വേറൊരാൾക്കും കൂടെ അയച്ചു കൊടുത്തു. എൻ്റെ പ്രെയർ ഗ്രൂപ്പിലുള്ളതാണ്. ഓർക്കപ്പുറത്ത് എന്താണേലും എൻ്റെ പ്രെയർ ഗ്രൂപ്പിൻ്റെ പേരും ഇതിനകത്ത് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ആരാണ്ട് രാത്രിയൊക്കെ ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ മെസ്സേജ് ഇടും. അപ്പോൾ സ്റ്റിക്കർ ഇടാനുണ്ട് ഇതിന്. അതായത് കർണയുടെ ഈശോയുടെ തന്നെ ഒരു സ്റ്റിക്കർ നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ജലവും രക്തം ഇറങ്ങുന്നതിൻ്റെയാണ്. അപ്പോൾ അത് അവർ സ്റ്റിക്കർ ഇടാറുണ്ട്. സമയം കിട്ടുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്
അപ്പം ഗൾഫിലൊക്കെ ഉള്ളവരും മറ്റു രാജ്യങ്ങളുള്ളവരും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ നിന്നൊക്കെ തന്നെയാണ് സ്റ്റിക്കർ ഇടുന്നത്. ടൈം വ്യത്യാസം കാണും. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ തന്നെ ഒത്തിരി 3 മണി നിങ്ങളുടെ സമയമാകുമ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് സ്റ്റിക്കർ ഇടുന്ന പാർട്ടികളും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതുകൊണ്ട് ഏതായാലും ആരോ ഒരു ഇത് ഇട്ടു. അപ്പം ഞാനിതിൻ്റെത് എയർപ്ലെയിൻ മോഡിലൊന്നും ആക്കിയില്ല. ആരെങ്കിലും ഇപ്പോൾ ഇടുമെന്ന് എനിക്ക് തോന്നിയില്ല. ആ സമയത്ത് അങ്ങനെയല്ല, തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിപ്പോയിട്ട് കണ്ടു. നിങ്ങളിത് കാണുക പ്രിയപ്പെട്ടവരെ, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കുരിശ് ഏതായാലും ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ കത്തുന്ന പ്രകാശമുണ്ട്. പക്ഷേ ഇത് ഫോം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാണ് ആ താഴെ ഉള്ളത്? ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നിയത് ഇങ്ങനെ നമ്മൾ ഓസ്തി എടുത്ത് മാറ്റുകയാണെങ്കിൽ അപ്പുറത്ത് സാധാരണ നമ്മൾ കാണുന്നത് അച്ഛന്മാരുടെ ഫേസ് ആയിരിക്കും. കാരണം ഉയരത്തിലാണല്ലോ ഇരിക്കുന്നത്, ആൾക്കാരുടെ മേശയുടെ പുറത്താണല്ലോ ഇതിരിക്കുന്നത്. അപ്പം ഈശാനെ എടുത്ത് മാറ്റിയാൽ പിന്നെ നമ്മൾ കാണുന്ന അച്ഛനെ, അല്ലെങ്കിൽ അച്ഛൻ അവിടുന്ന് മാറിയാൽ പിന്നെ ആ സക്രാരിയുടെ അവിടെയുള്ള ഭാഗങ്ങളായിരിക്കും. അപ്പം ഞാൻ ആദ്യം കണക്കാക്കുന്നത് ഈ അച്ഛൻ മാറിയിട്ടുണ്ട്, ആരാധന കഴിഞ്ഞു, അച്ഛൻ തിരുവോസ്തി എടുത്ത് മാറ്റുകയാണ്. അപ്പം അതിങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഭാഗം കണ്ടതായിരിക്കും. ആ അത്രയും ദ്വാരത്തിൽ ഗ്ലാസ് ആണല്ലോ, അത്രയും വട്ടത്തിലിരിക്കുന്നതിനകത്തൂടെ എന്ന് വിചാരിച്ചോ അയ്യോ തീർന്നോ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഓസ്തി അവിടെ തന്നെ ഉണ്ട്. ഫൈനൽ ബ്ലെസ്സിങ് ആയിട്ടില്ല. അഡ്രഷൻ വെച്ച എന്താണെങ്കിലും ഫൈനൽ ബ്ലെസ്സിങ് അതാകുമ്പോൾ ലിഫ്റ്റ് ചെയ്യുമല്ലോ മേളിലോട്ട്. ആ സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെ പോലെ തോന്നി. എനിക്ക് ഞാനിവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ചെയ്തത്. കാരണം എൻ്റെ ഹൃദയം എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയാം. നമ്മൾ വിചാരിക്കും ഞാൻ ഈശോനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടും, ഞാൻ ഓടി ഈശോൻ്റെ അടുത്ത് ചെല്ലും. ഇതൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ മരവിപ്പായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ കരയും. ഈശോനെ കണ്ടവരൊക്കെ കരയേ ഉള്ളൂ, കണ്ടിട്ടുള്ളവരൊക്കെ. കാരണം ഈയിടെ ഒരു ആതങ്കവാദി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഈ ഒസാമ ബിൻ ലാഡൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ആൾക്കാരെ കൊല്ലാൻ നടക്കുന്നത്. അതിൻ്റെ പേരെന്താണോ വിട്ടുപോയ, അയാളെ ജയിലറെ പോയിട്ട് ഈശോ സന്ദർശിച്ച് ഞാൻ നിന്റെ പാപം പുറത്ത് വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അല്ലാഹ് അല്ലാണ്ട് വേറൊരു ദൈവമല്ല, നീ ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ ക്രിസ്തുവാണ്. നീ എങ്ങനെയാണ് പാപം ക്ഷമിക്കുന്നത്? ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കുണ്ട് പുള്ളിക്കാരൻ കരയാൻ തുടങ്ങി. ആ വീഡിയോ സാക്ഷ്യം ഇടുമ്പോഴും തന്നെയും ഇദ്ദേഹം കരയുകയാണ്. കാരണം അത്ര ഇമോഷണലായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എനിവേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനും പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ ഒരു കാര്യം, ഈ ലോകത്തിൽ ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, അതിപ്പോൾ എല്ലാ ഭാഷയിലും ആയിക്കൊണ്ടായിരിക്കില്ല, ക്യാമറയുടെ കണ്ണുകൾ ഒരിക്കലും നുണ പറയില്ല എന്നുള്ളത്. അത് വീഡിയോ എടുക്കുമ്പോൾ കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ്. എന്താ സംഭവിച്ചത്, ഇതിങ്ങനെ സംഭവിച്ചു, നീ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കാരണം എന്നെയാണ് ദൈവം കാണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇട്ടാലും ചിലർ വീഡിയോ ഇട്ടതായതുകൊണ്ട് കാണുമായിരിക്കും. അല്ല, നിങ്ങൾ നേരിട്ട് ഇനിയിപ്പോൾ ആ വീഡിയോ അച്ഛൻ്റെ അവിടുത്തെ എടുത്ത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിട്ടിരിക്കില്ല. പക്ഷേ ഒത്തിരിയധികം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് അന്ത്യകാലമാണ്. കത്തോലിക്ക സഭയിലെ ആൾക്കാർ തന്നെ ഓസ്തിയിൽ ഈശോ ഉണ്ടോ ഇല്ലയോ ആവോ എന്നറിയാണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് വെറുതെ ഒരു ഓസ്തി വെള്ള കളറിൽ അവിടെ കാണുന്നു, ഗോതമ്പും കൊണ്ടിൻ്റെ അതിൻ്റെ ചാറും കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. സഭയിലെ ആൾക്കാർ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി ദൂരെ മാറിയിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയും കൂടിയാണ് ദൈവം ഈ അന്ത്യ കാലഘട്ടത്തിൽ ഇങ്ങനെ കാണിക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. പിന്നെ ഞാൻ ഏറ്റവും അധികം സെയിൻറ്റ് ഫൗസ്റ്റീന അറിയാൻ ആഗ്രഹിക്കപ്പെട്ടിരുന്നത് ഫൗസ്റ്റീന കൊവാസ്കോ ഓഫ് ബ്ലസ്സഡ് സാക്രമെൻറ്റ്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്നെ അറിയാൻ, ഞാൻ വിശുദ്ധയാകുമെന്നല്ല ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്നെ ഇപ്പോൾ എടുത്ത് രൂപക്കോട്ടിലിരുത്താനുള്ള കാര്യമാണെന്ന് വിചാരിച്ച് പറഞ്ഞ അങ്ങനെയല്ല. എന്നെ ജോസ്ഫിനെ ഞാൻ ദൈവകരുണയുടെ അപ്പോസ്തലൻ എന്നുള്ളതൊക്കെ അറിയാൻ ആഗ്രഹിച്ചാൽ വിശുദ്ധ കുർബാനയുടെ ആളാണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അർലിക്കലാണ്. ഞാൻ ഏറ്റവും അധികം സന്തോഷം കാണുന്നത് അർലിക്ക എഴുന്നള്ളി ഇരിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, എനിക്കൊരു കാര്യം, സ്വർഗത്തിലോട്ട് ഇപ്പം എഴുന്നള്ളി എനിക്ക് പോകാൻ പറ്റത്തില്ല ഈശോനെ കണ്ട് കാര്യങ്ങളൊന്നും അവതരിപ്പിക്കണമെങ്കിൽ. പക്ഷെ ദൈവം തമ്പുരാൻ അറിഞ്ഞുകൊണ്ട് എന്നെ പോലെയുള്ളവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. സ്വർഗത്തിലൊക്കെ പല പ്രാവശ്യം ഈ കടയിൽ സാധനം മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന നമുക്ക് പോയി വന്നിട്ടുള്ള 1000 ടൈമിൽ പോയി വന്നിട്ടുള്ള കാറ്റ് കെയർ അമേരിക്കക്കാരി, അവരെയൊക്കെ അറിയാം. അവരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ആ ക്ലാസ്സും കേൾക്കാറുണ്ട്. കല്യാണം കഴിച്ച് ഭർത്താവുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പുള്ളി 4 വയസ്സായപ്പോൾ തന്നെ ദൈവം ഇങ്ങനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ വിസിറ്റിങ് നടത്താറുണ്ട്. ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിനെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞത്. മോശയുടെ കഥ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം പോസിബിൾ അല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ദൈവത്തിന് എന്ത് വേണേലും ചെയ്യാമല്ലോ. അങ്ങനെ ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ പോകുന്ന എനിക്കല്ല, പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തന്നു.
എന്നെ പോലെയുള്ള കോടിക്കണക്കിന് ആൾക്കാർക്കും വിശ്വാസികൾക്കും ഒരു ഉപകാരം തന്നു. ദൈവം തമ്പുരാൻ തന്നെ വിചാരിച്ചു സ്വർഗത്തിലേക്ക് എല്ലാം കൂടെ വരണമെന്ന് തീരുമാനിച്ച് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ചെന്ന് അവിടെ ഇറങ്ങിയിരിക്കാവുന്ന. ഇപ്പോൾ സക്രാരിക്കകത്ത് ഈശോ ഉണ്ട്. ഇതേ ഈശോ തന്നെയാണ് സക്രാരി ഇരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റത്തില്ല, കാരണം സക്രാരി എപ്പോഴും പൂട്ടിയാണ് ഇരിക്കുന്നത്. അതേസമയം അർലിക്കയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ, അഡറേഷൻ ഇരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ അത് വിട്ട് കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. കാരണം ഈശോ നേരിട്ട് വന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന് എഴുന്നള്ളി അവിടെ ഇരിക്കുകയാണ്. നമ്മൾ കൈയും കാലും കണ്ണും മൂക്കുമായിട്ട് ഒരു മനുഷ്യരൂപം അവിടെ കാണുന്നില്ല. പക്ഷേ ഈശോ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ബ്ലഡ് ആൻഡ് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദൈവികത്വം അടങ്ങിയിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അർലിക്കയിൽ എത്ര നേരം നോക്കിയിരുന്നാൽ ഇനിയിപ്പം ഞാനിനി ഒരു പ്രത്യേകിച്ച് ഒരു അർലിക്ക കാണാം ഇന്ന് ഇത് എനിക്കൊന്നും അറിയത്തില്ല, ലൈവെന്ന് കണ്ടു എന്തോ സംഭവമായിരിക്കും എന്നും പറഞ്ഞ് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഇത് അഡറേഷൻ ആണെന്നോ വല്ല പ്രസംഗം വല്ലതും ആണെങ്കിൽ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അർലിക്ക ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ക്ഷമ പറയാം ഈശോ, ഞാൻ ആഹാരം കഴിക്കുകയാണ്, ഇവിടെ ഇപ്പം ഡിന്നറിൻ്റെ സമയം കേട്ടോ, അതുകൊണ്ട് നീ ഒന്നും വിചാരിക്കല്ല, ഇപ്പം തന്നെ തീർത്തിട്ട് നമുക്ക് രണ്ടുപേർക്കും തന്നെ ഇരിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വേഗം കഴിക്കുകയത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പറ്റുന്നത്രേ സമയം ഒരു 15 മിനിറ്റ് എവിടെന്നെങ്കിലും ഉണ്ട്. ഞാൻ പല ലോകത്തിൻ്റെ സിംഗപ്പൂരിലെ ഒരു കത്തീഡ്രലുണ്ട്, അവിടെ നിന്നുള്ള കാണുന്നുണ്ട്. പിന്നെ പോളണ്ടിലെ തന്നെ ലൈവ് 24 hours അതുണ്ട്. പിന്നെ മാതാവിൻ്റെ രൂപം വെച്ചിട്ട് അതിൻ്റെ നടുവിൽ വയറിൻ്റെ അവിടെയായിട്ട് സക്രാരി വെച്ചിട്ട് ഈ ടാബർനാക്കിളാക്കി വെച്ചിട്ടുണ്ട്, ഐ മീൻ മോൺസ്ട്രൻസ്. അപ്പോൾ അതും എനിക്ക് കാണാൻ താല്പര്യമാണ്. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഒരു 15 മിനിറ്റെങ്കിലും എൻ്റെ ഇതൊരു കാണുന്ന ആൾക്കാർക്ക്, കേൾക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഈ അന്ത്യകാലത്ത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, കേരളത്തിലെ ആൾക്കാർക്ക് ശ്വാസം കിട്ടാണ്ട് വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഒരു സംഭവം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈശോയുടെ ആവശ്യം വരുമെന്ന്. അപ്പോൾ നിങ്ങൾ അരളിക്ക് എഴുന്നള്ളിച്ച് വെച്ച് നിങ്ങൾക്ക് 15 മിനിറ്റ് നിങ്ങൾ ഈശോയുടെ മുന്നിൽ ഇരുന്നാൽ മതി. നിങ്ങൾ ശക്തി പ്രാപിക്കും, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ഞാനിപ്പോൾ ഓരോ ദിവസവും ജൂൺ 2 തൊട്ട് 2024 ജൂൺ 2 തുടങ്ങി എല്ലാ ദിവസവും അർലിക്കയിൽ ഈശോയെ കാണുന്നുണ്ട്, രക്തം കാണുന്നുണ്ട്, ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു മഹാസംഭവം കണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന് രാത്രി ഇവിടെ 8:30 ആയിട്ടുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാനിതെടുത്ത് കമ്പ്യൂട്ടറിനകത്തെടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അത്രമാത്രം പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്, അത്രയ്ക്ക് പ്രൊഫൗണ്ട്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വെറും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, ഒരു പാപിയായിട്ടുള്ള ഒരു സ്ത്രീ, വെറും ഒരു സാധാരണ മനുഷ്യത്തി, ഒരു കന്യാസ്ത്രീ അല്ല, ഒരു പുരോഹിതനല്ല. അപ്പം അതിൻ്റെ എന്നെ നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കണ്ട് എൻ്റെ പല വീഡിയോകൾ കിടക്കുന്നുണ്ട്, ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എൻ്റെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് 2-3 വർഷത്തെ പ്രോഗ്രാം കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതെടുത്ത് കാണാം. ഞാൻ നോർമലായിട്ട് ഉള്ള ഒരു നോർമൽ ലേഡിയാണ്, അല്ലാണ്ട് എനിക്ക് ഒരു പ്രത്യേക ദൈവികത്വമൊന്നുമില്ല. ഈശോനെ ഞാൻ സ്നേഹിക്കുന്നു, ഒരു ശുശ്രൂഷ നടത്തുന്നു, അതൊക്കെ വേറെ കഥ. അത് ദൈവം വിളിച്ചെടുത്തതുകൊണ്ട് ആ ശക്തി എന്നെ നിക്ഷേപിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ക്രച്ചസുമായിട്ട് 2 ക്രച്ചസുമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഞാൻ പോളണ്ടിൽ പോയിട്ട് ഒരു ഇറ്റലിക്കാരൻ അവിടെ പിൽഗ്രിം ആയിട്ട് വന്നിടത്ത് പ്രാർത്ഥിച്ച് 14 വർഷങ്ങൾക്ക് മുന്നുണ്ടായ കാറപടത്തി അദ്ദേഹത്തെ നടക്കാനുള്ള ശക്തി പോയതാണ്. അപ്പോൾ ഫൗസിനമ്മയുടെ ടൂമ്പിൽ വിളിച്ചുകൊണ്ട് പോയി ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. 45 മിനിറ്റിനകം ആ 2 ക്രച്ചസ് എറിഞ്ഞ് കളഞ്ഞിട്ട് അയാൾ പിന്നെ എഴുന്നേറ്റ് നടന്നു. ഇതൊരു സംഭവമാണ്. ഇതൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും. ഞാനൊരു ഭൂതത്തോട് എന്നെ ഇവിടെ ഭൂതത്തിൻ്റെ വലിയ അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞാലും, ഞാനെന്ന് പറഞ്ഞാൽ ഒരു ഭൂതത്തോട് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ദൂരത്തിലുള്ള 10,000-10,000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇന്ത്യയിലോട്ടൊക്കെ ഉള്ള ആൾക്കാർക്കും പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം വിട്ടു പോകുന്നുണ്ട്. അത് വേറെയും കഥ. അത് ശുശ്രൂഷയുടെ ഭാഗമാണ്. അതുകൊണ്ടും കൂടെയാണ് എനിക്ക് പൈശാചികമായിട്ട് ഇത്രയുള്ളൊരു അറ്റാക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഒരു റിക്വസ്റ്റ്, ഇത് എനിക്ക് വേണ്ടി മാത്രം ദൈവം കാണിച്ചു തരുന്ന അല്ല പ്രിയ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളൊരു 15 മിനിറ്റ്, ഇനിയിപ്പോൾ ഈ മാസം വിട്, നിങ്ങൾ അടുത്ത മാസം 1-ാം തീയതിയിൽ കൂട്ടിക്കോ, ഒക്ടോബർ തൊട്ട് നിങ്ങൾ ഒരു 15 മിനിറ്റ് രാവിലെ ആണെങ്കിലും കിടക്കുന്നതിന് മുന്നേ ആണെങ്കിലും, അല്ലെങ്കിൽ 3 മണിക്ക്, ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റാണ് എല്ലാവർക്കും കുർബാനയും ചെട്ടിക്കാടത്തെ കുർബാനയൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 3 മണിക്ക് എഴുന്നേറ്റ് ഒരു 15 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറിപ്പോകും. ആത്മീയമായിട്ട് മറ്റു കാര്യങ്ങൾക്ക് ദൈവം തീർച്ചയായിട്ടും സ്വപുത്രനെ തന്നെ തരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചെങ്കിൽ
പിന്നെ ഒരു വീടാണോ തരാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ഒരു ജോലിയാണോ തരാൻ പാടില്ല, ഒരു കുഞ്ഞിനെയാണോ തരാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി പൈസ ആവശ്യമുണ്ട്, ഇച്ചിരി സ്ഥലം മേടിക്കണം, അല്ല കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, ഒരു പാർട്ട്ണറെ തരാതിരിക്കുക ദൈവം. സ്വന്തം പുത്രനെ പിന്നെ എന്തെങ്കിലും പിടിച്ചാൽ അവിടെ സ്വർഗത്തിൽ വെക്കുക. എല്ലാം നമുക്കുള്ളത് തന്നെയാണ്. പുത്രനെ സ്വീകരിക്കുന്നവർക്ക് പുത്രനോട് കൂടെ എന്തെല്ലാം നമ്മൾക്ക് തരാൻ പറ്റുമോ അതെല്ലാം ദൈവം തരും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞാൽ ഇതൊരു 3 മണിക്കൂറത്തേക്ക് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഷട്ടപ്പ് ചെയ്തേക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വല്ലപ്പോഴും ഇത് കാണുകയൊക്കെ ചെയ്യുമ്പം ഈ ജോസ്ഫീന, എൻ്റെ പേര് ജോസഫീന എന്നാണ്, മേരി ജോസഫീന എന്നാണ് എന്നെ ഇവിടെ ഞാൻ അറിയപ്പെടുന്ന ജോസഫീൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വല്ലപ്പോഴും എന്നെയും കൂടെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.